ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം യെശയ്യാ പ്രവചനം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഓബദ്യാവ് 1-ാം അധ്യായം 1-ാം വാക്യം. ഓബദ്യാവിൻ്റെ ദർശനം. യഹോവയായ കർത്താവ് എദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് ഓബദ്യാവ്. പല എബ്രായ നാമങ്ങളും പോലെ ഓബദ്യാവ് എന്ന പദത്തിൻ്റെ അർത്ഥവും മാതാപിതാക്കളുടെ വിശ്വാസത്തെയും ശിശുവിനു വേണ്ടിയുള്ള അവരുടെ പ്രതീക്ഷകളെയും വ്യക്തമാക്കുന്നതാണ്. യഹോവയുടെ ദാസൻ അഥവാ യഹോവയുടെ ആരാധകൻ എന്നൊക്കെയാണ് ഈ പേരിൻ്റെ അർത്ഥങ്ങൾ. പഴയ നിയമത്തിൽ ഈ പേര് 12ഓളം വ്യക്തികൾക്ക് ഉള്ളതായി തിരുവചനത്തിൽ കാണുന്നു. പ്രവാചകന്റെ പേരിലുള്ള പ്രവചന പുസ്തകത്തിൽ നിന്നും പ്രവാചകനെക്കുറിച്ച് യാതൊരു വിവരവും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ യാഹ്വേ ഭക്തരായ പ്രവാചകരെ സംരക്ഷിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പ്രവാചകനായ ഓബദ്യാവ് എന്നൊരു ഐതിഹ്യം നിലനിൽക്കുന്നു. അത് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ആയിരുന്നു. പ്രവാചകന്റെ മാതാപിതാക്കളെയോ ജന്മദേശത്തെയോ മറ്റ് വിവരങ്ങളെയോ കുറിച്ച് ഒന്നും നമുക്ക് ലഭ്യമല്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ പ്രവാചകന്റെ പ്രധാന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാം. പഴയ നിയമത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പുസ്തകമാണ് ഓബദ്യാവിൻ്റേത്. പ്രവാചകന്റെ പ്രധാന ഉപദേശം രാജത്വം യഹോവയ്ക്ക് ആകും എന്നതാണ്. അതിനാൽ മറ്റ് എല്ലാ ആശയങ്ങളും ദൈവരാജ്യം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഒന്നാമതായിട്ട് പ്രവാചകൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് സർവ്വ സൃഷ്ടിയുടെയും പരമാധികാരി ദൈവമാണ്. പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനും ദൈവം തന്നെയാണ്. അതിനാൽ സംഹാരവും ദൈവത്തിൻ്റെ ഇച്ഛ അനുസരണമാണ് നടക്കുന്നത്. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നു, ദൈവമാണ് സർവ രാഷ്ട്രങ്ങളുടെയും സമസ്ത ചരിത്രത്തിൻ്റെയും നിയന്താവ് എന്ന്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു, ദൈവം വിശുദ്ധനും സകല മനുഷ്യരിലും വിശുദ്ധി ആഗ്രഹിക്കുന്നവനും ആണ് എന്ന്. മനുഷ്യൻ പാപപൂർണനും അശുദ്ധനും അനുസരണക്കേടിൻ്റെ കുറ്റബോധം ഉള്ളവനുമാണ് എന്ന് വീണ്ടും ഓബദ്യ പ്രവാചകൻ പറയുന്നുണ്ട്. എല്ലാവരും ന്യായവിധിക്ക് അധീനരാണ്. അതിനാൽ എദോമിൻ്റെ പാപത്തിനുള്ള ന്യായവിധിയുടെ ഫലം അതിൻ്റെ നാശമായിരിക്കും എന്നും പ്രവാചകൻ ശക്തമായി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഇസ്രായേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെങ്കിലും ശിക്ഷയിൽ നിന്നും ന്യായവിധിയിൽ നിന്നും ഒഴിയുകയില്ല എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പഴയ നിയമകാലത്തെ പഠിപ്പിക്കലിൽ കണ്ണിന് പകരം കണ്ണും പല്ലിനു പകരം പല്ലും ആണെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും പാപക്ഷമയുടെയും നിയമത്താലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പ്രവാചകൻ ശക്തമായി പറയുകയാണ് ചെയ്യുന്നത്. തിന്മയുടെ അനന്തരഫലം അത് നാം തന്നെ അനുഭവിക്കണം. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. തിന്മയായത്, അശുദ്ധിയായത്, എന്നെ കളങ്കപ്പെടുത്തുന്നത്, ഇവ എൻ്റെ ജീവിതത്തിൽ ശേഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം പോലെ നമ്മുടെ സ്നേഹവും നിർവ്യാജമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സകല സൃഷ്ടിയുടെയും പരമാധികാരി അവിടുന്നാണ് എന്നുള്ള ഉറച്ച വിശ്വാസവും നിർവ്യാജമായ സ്നേഹവും കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.